പാകിസ്ഥാൻ ഒരു രാജ്യമെന്ന് ഇനി വിളിക്കാൻ ഒരർഹതയും ഇല്ലാത്ത ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതൊരു വലിയ മുന്നറിയിപ്പാണ് ഉണ്ണി ബാലകൃഷ്ണൻ. പാകിസ്ഥാൻ doesn't deserve to be called a country anymore. പാകിസ്ഥാനെ ഒരു രാജ്യമെന്ന് വിളിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ ഉപദേശകരായ, രാജ്യത്തിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പ്രത്യാക്രമണത്തിനുള്ള അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നായിരിക്കുമല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? നിശ്ചയമായും ഇത് രാജ്യത്തിന്റെ ദേശീയ ഉപദേഷ്ടാവ്, സുരക്ഷാ ഉപദേഷ്ടാവ് പറയുകയാണ്, ഇനിയിപ്പോൾ പാകിസ്ഥാനെ ഞങ്ങളൊരു രാജ്യമായി കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യ സൈനിക നീക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതിനുള്ള ഗ്രീൻ സിഗ്നലാണ് നിശ്ചയമായും ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അമേരിക്കയുടെ പിന്തുണ വരുന്നു. അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറിയുമായി എസ് ജയശങ്കർ ഇപ്പോൾ സംസാരിക്കുന്നു ഹോട്ട് ലൈനിൽ. നോക്കൂ, പ്രതിരോധ രാജ്യത്തെ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ട്വീറ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ ഒരു രാഷ്ട്രമായിരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ട്വീറ്റ് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഒന്നേയുള്ളൂ, പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, ഒരു യുദ്ധം തുടങ്ങുന്നു എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ജയ്സാൽമീറിലും ഇപ്പോൾ ഒരു പാകിസ്ഥാന്റെ പോർ വിമാനം ഇന്ത്യ അടിച്ചു താഴെയിട്ടിരിക്കുകയാണ്. അപ്പോൾ 4 യുദ്ധവിമാനങ്ങളായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് 4 പാകിസ്ഥാൻ പോർ വിമാനങ്ങൾ ഇപ്പോൾ കാണുന്ന പ്രേക്ഷക ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ JF-17 എന്ന് പറയുന്ന പാകിസ്ഥാന്റെ കൈവശമുള്ള ഫൈറ്റർ ജെറ്റ്. ഈ ഫൈറ്റർ ജെറ്റിന്റെ പ്രത്യേകത ഇത് എയർ ടു എയർ, എയർ ടു സർഫസ്, ആന്റി ഷിപ്പ് മിസൈൽസ്, അതുപോലെ തന്നെ ഗൈഡഡ് ആൻഡ് അൺഗൈഡഡ് ബോംബ്സ് ഇതൊക്കെ ക്യാരി ചെയ്യാൻ കഴിയുന്ന ഒരു വിമാനമാണ്, യുദ്ധവിമാനമാണ്. അതോടൊപ്പം തന്നെ ട്വിൻ ബാരൽ ഓട്ടോ കാനൺ ഉണ്ട്. ഈ കേപ്പബിലിറ്റീസ് എല്ലാം ഉള്ള വിമാനമാണ് ഇപ്പോൾ അടിച്ച് താഴെയിട്ട് നമ്മുടെ നോബലിനെ കൈകൊണ്ട് ഇപ്പോൾ ചപ്പുചവറുകൾ പെറുക്കുന്നത് പോലെ നോബലിനെ പെറുക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ JF-17 നമ്മുടെ സൈന്യം തകർത്തിരിക്കുന്നു. ഇതാണ് ഇന്ത്യ, ഇതാണ് ഇന്ത്യൻ സൈന്യം എന്ന് പാകിസ്ഥാന് കാണിച്ചു കൊടുക്കാൻ, പാകിസ്ഥാൻ അപ്പുറത്ത് അടിച്ചിട്ടു എന്ന് പറയുന്ന നമ്മുടെ റഫാലിന്റെ ഒരു കഷണമെങ്കിലും പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് ഇതുപോലെ കണ്ടെടുത്ത് കാണിക്കാൻ കഴിയുമോ? ഇതിപ്പോൾ സൈന്യമല്ല, ഞങ്ങളുടെ നോബൽ വാരിക്കാരൻ പ്രേക്ഷകർക്ക് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ കാട്ടിക്കൊടുക്കുന്നു. ഇതാണ് നിങ്ങളുടെ JF-17. അതിന്റെ അവശിഷ്ടങ്ങൾ പെറുക്കിയെടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ തൂത്തുവാരി കളഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ ഇപ്പോൾ അഖ്നൂരിൽ നിന്ന് നോബൽ വാരിക്കാരൻ തത്സമയം കാണിച്ചു തരികയാണ്. ഇതാണ് ഇന്ത്യ. ഇവിടേക്ക് ഇന്ത്യൻ അതിർത്തി കടന്നു വന്നാൽ JF-17 അല്ല, പാകിസ്ഥാന്റെ പക്കലുള്ള ഏത് യുദ്ധവിമാനമായാലും അതിന്റെ അവസ്ഥ ഇതായിരിക്കുമെന്നതല്ലേ നോബൽ ഇന്ത്യ ഈ പ്രതിരോധത്തിലൂടെ പറയുന്നത്?